Hello friends, welcome to SAT, Sunday Students in Marathamudi and Puthanvelkar. Please subscribe to our YouTube channel for new updated videos and also visit sundaysinstitution.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 by Sanu Thomas City. Part 2, Essential Elements of a Valid Contract. Essential Elements. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു പാർട്ട് 1-ലെ. So please visit part 1 before watching this video. According to section 2H of the Indian Contract Act 1872, contract is an agreement enforceable by law. എന്താ കോൺട്രാക്ട്? ഒരു എഗ്രിമെന്റ്. എഗ്രിമെന്റ് എങ്ങനെയായിരിക്കണം? എൻഫോഴ്സിബിൾ. എന്താണ് എൻഫോഴ്സിബിൾ? നിയമപരമായിട്ടുള്ള സംരക്ഷണം വേണം. ഏതാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച്. എന്നാണ് ഇയർ? 1972. ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. എഗ്രിമെന്റ് മസ്റ്റ് ബി ലീഗൽ. എന്താണ് എഗ്രിമെന്റ്? ലീഗലായിരിക്കണം, നിയമപരമായിരിക്കണം. അഗ്രിമെന്റ് cannot become a contract. കോൺട്രാക്ട് ആവില്ല. എപ്പോ? എഗ്രിമെന്റ് എന്തല്ലെങ്കിൽ എൻഫോഴ്സിബിലിറ്റി ഇല്ലെങ്കിൽ. എൻഫോഴ്സിബിലിറ്റി മീൻസ് നിയമപരമല്ല എങ്കിൽ. ഓക്കെ, ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെന്റ്. എല്ലാ കോൺട്രാക്റ്റും എന്താ? എഗ്രിമെന്റ് ആണ്. ബട്ട് ഓൾ എഗ്രിമെന്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്. എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട് ആണോ? അല്ല. The Indian Contract 1872 is the law relating contracts in India. 1872 കോൺട്രാക്ട് ആക്ട് ഏത് എവിടെയാണ് ബാധകമാവുക? ഇന്ത്യയിൽ മാത്രം. ജമ്മു കാശ്മീരിലുണ്ടോ? ഇല്ല. ഓക്കെ. Then it came into force on September 1, 1872. 1872 സെപ്റ്റംബർ 1 വന്നത്. എന്നാണ് വന്നത്? 1872. ഏത് മാസം, ഏത് ദിവസം? സെപ്റ്റംബർ 1. The act has 238 sections. എത്ര സെക്ഷൻ ഉണ്ട്? 230. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത് കാണുക, എന്നിട്ട് നിങ്ങളിത് കാണുക. ഓക്കെ. ദെൻ നമ്മൾ പഠിക്കാൻ വന്നത് which are these essential elements. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു there are essential elements. എന്തുട്ടി essential elements? എന്തിനാണ് essential elements? നമ്മൾ പറഞ്ഞു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി എന്ന് പറഞ്ഞു. വാട്ട് ഈസ് എൻഫോഴ്സിബിലിറ്റി? നിയമപരമായിട്ട് അതെ ഇത് നിയമപരമാണ് എന്ന് പറയണം. അതാണ് എൻഫോഴ്സിബിലിറ്റി. എൻഫോഴ്സിബിലിറ്റിയുടെ സോഴ്സ് ആണ് എസെൻഷ്യൽ എലമെന്റ്. എൻഫോഴ്സിബിലിറ്റിയുടെ സോഴ്സ് മീൻസ് എൻഫോഴ്സിബിലിറ്റി ആണെന്ന് പറയണമെങ്കിൽ ഈ കാര്യങ്ങൾ വേണം. എസെൻഷ്യൽ എലമെന്റ് ദാറ്റ് ഈസ് ഇ സ്ക്വയർ. ഓക്കെ, ക്ലിയർ? അക്കോർഡിംഗ് ടു സെക്ഷൻ 10, സെക്ഷൻ 10-ൽ ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 10, all agreements are contract if they are made by the free consent of parties. എല്ലാ അഗ്രിമെന്റും കോൺട്രാക്ട് ആവും എപ്പോ? ഫ്രീ കൺസെന്റ് ഓഫ് പാർട്ടീസ്. മീൻസ് പാർട്ടീസ് തമ്മിൽ എന്താണ്? ഒരു ഫ്രീ കൺസെന്റ് വേണം. അവർ തമ്മിൽ ഒരു സമ്മതം വേണം. നിർബന്ധിക്കരുത്. മനസ്സിലായോ? കത്തി കാണിക്കരുത്. മനസ്സിലായി? കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട് ഫോർ എ ലോഫുൾ കൺസിഡറേഷൻ. ലോഫുൾ കൺസിഡറേഷൻ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ചായ കുടിക്കാൻ കടയിൽ കയറി, നിങ്ങൾ ചായ ചോദിച്ചു, ചായ കിട്ടി, നിങ്ങൾ പൈസയും കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺസിഡറേഷൻ ഉണ്ട്, അല്ല, ഒരു പ്രതിഫലമുണ്ട്. ആൻഡ് വിത്തിൻ എ ലോഫുൾ ഒബ്ജക്റ്റ്. ഒരു ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം. നിങ്ങൾ മയക്കുമരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താലോ? അത് ലോഫുള്ളാണോ? നിയമപരമായിട്ട് ഒരു എന്തില്ല? പറയൂ, എന്തില്ല? നിയമപരമായിട്ട് അതിനൊരു ലക്ഷ്യമില്ല. മനസ്സിലായോ? നിങ്ങളൊരു മൈനറുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. നിയമപരമായിട്ട് അതിന് വാലിഡിറ്റി ഇല്ല. എന്നാൽ നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർ ടു ബി വോയിഡ്. കണ്ടോ? മൈനറുമായിട്ട്, അതായത് 15 വയസ്സ് താഴെയുള്ള ഒരു കൊച്ചുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഏർപ്പെടുമ്പോൾ തന്നെ അത് വോയിഡാണ്. മനസ്സിലായോ? അതാണ് സെക്ഷൻ 10 പറയുന്നത്. The section 2, section H and 10 of the Indian Act says that there are some essential elements of a valid contract. If any of these elements is not satisfied, listen, if any of these elements, ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ, കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ, it will affect the validity and will not form a valid contract. അപ്പോൾ അത് തീർച്ചയായിട്ടും വാലിഡ് കോൺട്രാക്റ്റിനെ എന്താണ് ബാധിക്കും. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈനർ 15 വയസ്സുള്ള ഒരാളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? കോൺട്രാക്ട് ആയിപ്പെടും. ബാക്കി എല്ലാം സെറ്റാണ്, മുദ്രപത്രം കൊണ്ട് എല്ലാം ശരിയാണ്. പക്ഷെ ആ 15 വയസ്സ് ആൾ മൈനറാണ്. അപ്പം തന്നെ എന്ത് പറ്റി? ആ കോൺട്രാക്ട് അവിടെ വെച്ച് തന്നെ ഇല്ലാണ്ട് കിട്ടിയോ? സോ നിങ്ങളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് എസെൻഷ്യൽ എലമെന്റ്സ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ആ കോൺട്രാക്ട് വാലിഡ് ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റില്ല. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് which are these essential elements. Today we discuss only first 6 essential elements. There are 10 of them. 10 ഉണ്ട്. അതിൽ ആദ്യത്തെ 6 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ എഗ്രിമെന്റ് കണ്ടു അല്ലേ? എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി രണ്ടും കൂടി ചേർന്നപ്പോൾ എന്തുണ്ടായത്? കോൺട്രാക്ട്. ഓർമ്മയുണ്ടല്ലോ? അതൊന്നും ഓർത്തിരിക്കണേ. ഇനി എൻഫോഴ്സിബിലിറ്റി എന്തുവാ എൻഫോഴ്സിബിലിറ്റി? എൻഫോഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടൊരു സംരക്ഷണം വേണം. അതിൻ്റെ സോഴ്സ് എന്തുവാ? സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ സ്ക്വയർ. എന്താ ഇ സ്ക്വയർ? എസെൻഷ്യൽ എലമെന്റ്സ്.
ദ ഫസ്റ്റ് എസെൻഷ്യൽ എലമെന്റ് ഈസ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു പെണ്ണിനെ ലൈൻ അടിച്ചു എന്ന് വിചാരിക്കും. നമ്മൾ ആ പെണ്ണിനോട് ചെന്നിട്ട് എന്ത് പറയും? എനിക്ക് നിന്നെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, എൻ്റെ ഒപ്പം വരുമോ എന്നൊക്കെ ചോദിക്കും അല്ലേ? നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, ഒപ്പം നടക്കാനാണ് ആഗ്രഹം നമുക്ക് പറയുമ്പോൾ ആ പെണ്ണ് അക്സെപ്റ്റ് ചെയ്താലല്ലേ നിങ്ങൾ തമ്മിലൊരു മാരേജ് കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ശരിയല്ലേ? അപ്പോൾ അക്സെപ്റ്റ് ചെയ്യണം, വേണ്ടേ? അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലോ അതെന്താണ്, അതിനൊരു വാലിഡിറ്റി ഇല്ല എന്ന് പറയാം. സിമിലാർലി നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്നിട്ടൊരു കാപ്പി കുടിച്ചു, ഒരു കോഫി കുടിച്ചു, എന്നിട്ട് കാശ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഓഫർ തന്നു, കോഫി തന്നു. ഇയാൾ എന്ത് ചെയ്തു? ക്യാഷ് കൊടുത്തിട്ട് കോഫി തീർന്നു, കുടിച്ചു. അപ്പോൾ ഇവർ തമ്മിൽ എന്തുണ്ടായി? ഒരു കോൺട്രാക്റ്റ് ഉണ്ടായി. ഓക്കെ, സോ ഇൻ എ കോൺട്രാക്ട് ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 2 parties, one of them making the offer and the other accepting it. ഒരു കോൺട്രാക്റ്റിൽ മിനിമം നമ്മൾ 2 പേര് വേണം. ഒരാൾ ഓഫർ കൊടുക്കുന്നു, മറ്റൊരാൾ എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഓക്കെ, അക്സെപ്റ്റ് ചെയ്യണം കേട്ടോ. There must thus be an offer, one party and this acceptance by the other. ഒരാൾ ഓഫർ കൊടുക്കുമ്പോൾ ഒരാൾ അക്സെപ്റ്റ് ചെയ്യണം. The offer when accepted becomes agreement. അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ അതെന്താ? എഗ്രിമെന്റ് ആകും. അത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. എന്താണ് സാർ? ഓക്കെ, നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഒരുപാട് ദീർഘമായ പ്രണയത്തിന് ശേഷം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങോട്ട് കെട്ടി, ചുമ്മാ അങ്ങോട്ട് ജീവിച്ചു. അതിനെന്തില്ല? ഒരു നിയമപരമായിട്ടുള്ള സംരക്ഷണമില്ല. നിയമപരമായിട്ട് സംരക്ഷണം കിട്ടി നിങ്ങൾക്ക് എന്താ ചെയ്യാം? നിങ്ങൾക്ക് അറിയാം, രജിസ്റ്റർ ചെയ്യണം അല്ലേ? രജിസ്റ്റർ ചെയ്ത് പണി കിട്ടില്ല ലാസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ലീഗൽ റിലേഷൻഷിപ്പ് ആയിരിക്കണം. കിട്ടിയോ? Parties to be a contract must intend to constitute legal relationship. Clear അല്ലേ? വെരി സിമ്പിൾ ആണ്. It arises when the parties know that if any one of them fails to fulfill his part of the promise, he would be liable for the failure of the contract. അപ്പോൾ ഇതിലൊരാൾ എന്താണ് കോൺട്രാക്റ്റ് തെറ്റിക്കുകയാണെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലീഗലി അതെന്താണ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി ഒപ്പിട്ട് വെച്ചേ പറ്റും. അതുപോലെ നമ്മൾ പിരിയാന സമയത്ത് തല്ലുപിടിച്ച് പിരിഞ്ഞു, അല്ലെങ്കിൽ പഴയ കാമുകി അല്ലെങ്കിൽ പഴയ കാമുകിനെ കുറിച്ചൊക്കെ ആലോചിച്ച് പരസ്പരം ഇടിയിട്ട് പിരിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഡൈവോഴ്സ് അപ്പോഴും ലീഗലായിട്ട് നമ്മൾ പിരിയേണ്ടി വരും. മനസ്സിലായോ? ദെൻ ഇഫ് ദർ ഈസ് നോ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ദർ ഈസ് നോ കോൺട്രാക്ട് ബിറ്റ്വീൻ പാർട്ടീസ്. അങ്ങനെ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലോ കോൺട്രാക്ട് ഇല്ല. മനസ്സിലായോ? Agreement of a social or domestic nature which do not have a legal relationship are not contracts. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു MBA അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ BBA നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് ക്ലാസ് 8th ക്ലാസ് ഏറ്റവും ടോപ്പ് ആണെങ്കിൽ ഒരു കാർ വാങ്ങിച്ചുതരാം. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു ഒക്കെ വാങ്ങിച്ച് ഫസ്റ്റ് കിട്ടി. നിങ്ങൾ വെച്ചാൽ അപ്പച്ച കാർ എവിടെ? അയ്യോ അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? അത് സോഷ്യൽ ഒരു ഡൊമസ്റ്റിക് നേച്ചറാണ്. മനസ്സിലായോ? ആ കോൺട്രാക്റ്റിന് വാലിഡിറ്റി ഇല്ല. അപ്പം അപ്പനെതിരെ കേസ് കൊടുക്കാൻ പറ്റൂല എന്നാണ് സാരം. മനസ്സിലായോ? സോ വെരി സിമ്പിൾ അല്ലേ ലീഗൽ റിലേഷൻഷിപ്പ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കൺസെൻസസ് ആഡ് ഐറ്റം. എന്താണ് സാർ അത്? ഈ കൺസെൻസസ് ആഡ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ കേൾക്കുമ്പോൾ തന്നെ പേടിയാവും. ഒന്നുമില്ല, സിമ്പിളാണ്. ഇവിടെ നോക്കിയേ, ഈ പെണ്ണെന്താണ് താക്കോൽ കൊടുക്കുന്നു, ഇയാൾ കാശ് കൊടുക്കും. ഈ കാറ് വിൽക്കുകയാണ്. പാവം പെണ്ണിൽ കാശില്ലാന്ന് തോന്നുന്നു. ഈ കാറ് വിൽക്കുമ്പോൾ ഇതിനകത്ത് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്. ഈ പെണ്ണത് പറഞ്ഞില്ലെങ്കിലോ കുറച്ച് കഴിയുമ്പോൾ ഇയാൾ അതറിയും അല്ലേ? നല്ല കൊട്ടുകൊള്ളും. അപ്പോൾ നേരത്തെ പറയണം. അപ്പോൾ പരസ്പരം എന്താണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് വേണം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ. കല്യാണം കഴിക്കുമ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഈ പെണ്ണ് എല്ലാ കാര്യങ്ങളും പറയാതിരുന്നു കഴിഞ്ഞാൽ പഴയ കാമുകനെ കുറിച്ചൊക്കെ പറയാതിരുന്ന ചെറുക്കന്മാർക്കൊരു പ്രശ്നമുണ്ട്. പഴയ കാമുകനുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് പിടിക്കില്ല, പിന്നെ ഏതൊരു പെണ്ണിനെയും ഇഷ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇടിയാവും. അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവാൻ സാധ്യത തിരിച്ചും ഉണ്ടാവാറുണ്ട്. ഈ കല്യാണത്തിന് ശേഷം പഴയ കാമുകിനെ തേടി പോകുന്ന ചെറുക്കന്മാരുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എങ്ങനെയായിരിക്കണം? The parties to an agreement must have the mutual consent. That is, they must agree upon the same thing and the same sense. കാരണം ഇയാൾ മനസ്സിൽ വേറെയാണ്. ഇയാൾ കാറ് വിൽക്കാനാണ് ഏൽപ്പിച്ചത്. പക്ഷേ മറ്റേയാൾ വിചാരിച്ചത് കാറ് വാടകയ്ക്കാണെന്ന് വിചാരിച്ചു വെറും 2000 രൂപ കൊണ്ട് വന്നേക്കുന്നത്. അങ്ങനെ പറ്റില്ല. രണ്ടുപേരും എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച കാര്യം തന്നെയായിരിക്കണം കോൺട്രാക്റ്റിൽ വേണ്ടത്. ഒരാൾ വേറെ കണ്ടു, വേറെ കണ്ടു, അങ്ങനെ ആവാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ചില കുട്ടികൾ കൺഫ്യൂസ് ആവാറുണ്ട്. ഇത് ഫ്രീ കൺസെന്റ് ആണോ, അതായത് പരസ്പരം മനസ്സുകൊണ്ടുള്ള സമ്മതമാണോ എന്ന്. ഫ്രീ കൺസെന്റ് വേറെയാണ്, നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ഫ്രീ കൺസെന്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഫ്രീ കൺസെന്റ് തന്നെയാണ്, ഇതിനകത്ത് ഫ്രീ കൺസെന്റ് വേണം, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ കോൺട്രാക്റ്റിൽ എല്ലാ കാര്യങ്ങളും പരസ്പരം വായിച്ച് കേൾപ്പിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിരിക്കണം. പിന്നീട് ഞാനത് അറിഞ്ഞില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കോൺട്രാക്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ. മനസ്സിലായോ?
Okay. This means that there must be consensus added. That is meeting of minds. എന്താണ് സാധനം? Consensus added. Okay, clear. Next is competency of parties. Competency എന്ന് പറഞ്ഞാൽ capacity എന്ന് വേണമെങ്കിൽ പറയാം. അതായത് the parties to an agreement must be competent to contract. In other words, they must be capable of entering into contract. നിങ്ങൾക്ക് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള എന്ത് വേണം? ഒരു യോഗ്യത വേണം. ഇപ്പം നിങ്ങൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ എന്ത് വേണം? 18 വയസ്സ്, 21 വയസ്സ്, അങ്ങനെ വേണ്ട പ്രായമില്ലേ? ഇതാണ് കോമ്പിറ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. According to section 11 of the act, every person is competent to contract who is of the age of majority. നിങ്ങൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടാവണം. According to the law to which is subject to and who is of sound mind. നിങ്ങൾക്ക് ബുദ്ധിസ്ഥിരത വേണമെന്ന്. And is not disqualified from contracting by any law to which he is subject. നിങ്ങൾ എന്താണ് ലോ പറയരുത്, ഇവൻ എന്താണ് കൊലപാതകയാണ്, പീഡകനാണ്, അല്ലെങ്കിൽ ജയിൽവാസിയാണ് എന്നൊന്നും പറയരുത്. നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, കോടതി നല്ല മനുഷ്യനാണെന്ന് പറയണ്ടെങ്കിലും നിങ്ങളൊരു കുറ്റവാളിയാണെന്ന് പറയരുത്. അങ്ങനെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട കോൺട്രാക്റ്റിന് വേണ്ടിയിട്ടില്ല. Thus, according to section 11, every person with the exception of the following is competent to enter into contract. എന്താ? മൈനർ എന്താ? അയ്യടാ, കുഞ്ഞു കൊച്ചുമായിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കിയാണ്. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, അത് വാലിഡിറ്റി ഇല്ല. എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. ഒരു ബുദ്ധി ശരിയാത്ത ആളെ നിങ്ങൾ വീഡിയോ ഏൽപ്പിച്ചിട്ടുണ്ട്, അയാളെ എല്ലാം കൊളാക്കിയിട്ട് പോയി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റൂല. കാരണം എന്താ? അയാൾ അൺസൗണ്ട് മൈൻഡാണ്. തേർഡ് വൺ, എ പേഴ്സൺ എക്സ്പ്രസ്ലി ഡിക്ലയർഡ് ഡിസ്ക്വാളിഫൈഡ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് അണ്ടർ എനി ലോ. അതായത് ഇതാണ് നമ്മൾ പറഞ്ഞ നേരത്തെ ജയിലിൽ കിടന്ന ആൾക്കാർ, പീഡകരി, അല്ലെങ്കിൽ എന്താണ് മയക്ക് വരുന്നുണ്ട് ആളുകൾ, അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, കുറ്റവാളികൾ. ഇവരുമായിട്ടൊക്കെ നിങ്ങൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ് കോൺട്രാക്ട്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ മൈനർ ആകാൻ പാടില്ല. എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്, അതായത് മെന്റലി എന്തെങ്കിലും കുഴപ്പമുള്ള ആളാകാൻ പാടില്ല. എ പേഴ്സൺ എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ഡിസ്ക്വാളിഫൈഡ് ടു എൻ്റർ ഇൻ ടു കോൺട്രാക്ട് അണ്ടർ എനി ലോ. അതായത് നിയമപരമായിട്ട് കുറ്റവാളി എന്നൊക്കെ പറഞ്ഞാൽ മാറ്റി നിർത്തൂലേ, അങ്ങനെയുള്ളവരൊന്നും ആവാനായിട്ട് പാടില്ല. ക്ലിയർ ആണ്? സിമ്പിൾ അല്ലേ? കോമ്പിറ്റൻസി ഓഫ് പാർട്ടീസ്, യോഗ്യത വേണം. ദെൻ ഫ്രീ കൺസെൻറ്റ്. ഇപ്പം നമ്മൾ ഒരാളെ നിർബന്ധിപ്പിച്ച് ഇഷ്ടപ്പെടുത്താൻ പറ്റുമോ? എന്നെ ഇഷ്ടപ്പെട്ടേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ചത്തുകളെ, അങ്ങനെയൊന്നും പറ്റില്ല അല്ലേ? ഫ്രീ കൺസെൻറ്റ് വേണം. പരസ്പരം മനസ്സിൽ നമുക്കൊരു ഇഷ്ടം തോന്നണം അല്ലേ? എൻ്റെ എന്താണ് സോൾമേറ്റ് ആണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? അങ്ങനെ തോന്നിയാലല്ലേ നമുക്ക് ഒരാളെ സ്നേഹിക്കാനും കൂടെ ജീവിക്കാനൊക്കെ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് കോൺട്രാക്റ്റിൽ. നമ്മൾ പ്രായമായിരുന്നിട്ട് പൈസ എനിക്ക് കാശ് വേണം, നിങ്ങളുടെ സ്വത്ത് വേണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കാനും പറ്റില്ല. നിർബന്ധിച്ച് ചെയ്താൽ അത് നമ്മൾ കോൺട്രാക്റ്റും ആവേമില്ല, നിർബന്ധിക്കാൻ പറ്റില്ല. ഓക്കെ. സോ അനദർ എസെൻഷ്യൽ ഓഫ് വാലിഡ് കോൺട്രാക്ട് ഇസ് ദ കൺസെന്റ് ഓഫ് പാർട്ടീസ്. പാർട്ടികൾ തമ്മിൽ എന്താണ്? കൺസെന്റ് വേണം, സമ്മതം വേണം. അതെങ്ങനെയായിരിക്കണം? ഫ്രീ, ഒരു ബാധ്യതകളുമില്ലാണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരാൾ നിർബന്ധിക്കാതെ സ്വയം വോളണ്ടറിലി നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. മനസ്സിലായോ? അണ്ടർ സെക്ഷൻ 30, 2 or more parties are said to be consent. എപ്പോഴാണ് അവർ സമ്മതം എന്ന് പറയുന്നത്? when they agree upon the same thing in the same sense. രണ്ടുപേരും പരസ്പരം എന്താണ് ഒരേ കാര്യത്തിന് വേണ്ടി ഒരേ മനസ്സോടുകൂടി എഗ്രി ചെയ്യുമ്പോഴാണ് നമ്മളതിനെ കൺസെന്റ് എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് വിവാഹം കഴിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ ഇത് കോൺട്രാക്റ്റിൽ കിട്ടിയോ? ഓക്കെ. അണ്ടർ സെക്ഷൻ 14 പറയുന്നത് ദ കൺസെന്റ് ഈസ് സെഡ് ടു ബി ഫ്രീ. ഓക്കെ. ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം? വെൻ ഇസ് നോട്ട് ഇൻഡ്യൂസ്ഡ് ബൈ എനി ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഒരു മാരേജ് കോൺട്രാക്റ്റ് ആണെങ്കിലും നമ്മുടെ ലൈഫ് ജീവിതത്തിൽ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അത് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യലാണ്. നമുക്ക് നോക്കാം, നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. ഒന്ന്, കോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കെട്ടാൻ പോകുന്ന ആൾ നിയമപരമായിട്ട് ഏതെങ്കിലും കുറ്റം ചെയ്ത് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ IPCയുടെ പരിധിയിൽ വരുന്ന ഒരാളാവാൻ പാടുണ്ടോ? ഇല്ല. കിട്ടിയോ? ദെൻ മിസ്റെപ്രസെൻറ്റേഷൻ. തെറ്റായി ഇപ്പം നമ്മൾ സ്വത്തുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അല്ലെങ്കിൽ നല്ലതാണ്, നല്ല സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രേമിച്ച് കിട്ടുന്നവരുണ്ട് അല്ലേ? മിസ്റെപ്രസെൻറ്റേഷൻ അങ്ങനെ പാടില്ല, കോൺട്രാക്റ്റിൽ അങ്ങനെ പാടില്ല. ദെൻ ഫ്രോഡ്. നമ്മുടെ സ്വത്തിന് വേണ്ടി ഒരു പെണ്ണിനെ ലൈൻ അടിക്കുന്നു, സ്വത്തിന് വേണ്ടി. മനസ്സിലായോ? ഒരു എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രോഡ് കളിക്കും. മനസ്സിലായോ? അങ്ങനെ ആവാൻ പാടില്ല. അൺഡു ഇൻഫ്ലുവൻസ്, നിർബന്ധിപ്പിച്ച് ചത്തുകളയും, അല്ലെങ്കിൽ എന്താണ് ബ്ലാക്ക് മെയിൽ ഒക്കെ ചെയ്ത് ഒരാളെ കൊണ്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിക്കുന്നുണ്ട്. ചിലവരങ്ങനെ വിവാഹം കഴിക്കാറുണ്ട്, ചിലതൊക്കെ പ്രേമിപ്പിക്കാറുണ്ട്. അതൊന്നും നിലനിൽക്കാൻ പോണില്ല കേട്ടോ. അങ്ങനെയാണ് അത് അൺഡു ഇൻഫ്ലുവൻസ്. ഓക്കെ. ദെൻ മിസ്റ്റേക്ക്.
മിസ്റ്റേക്ക് ചില സമയത്ത് മിസ്റ്റേക്ക് പറ്റി പോകാറുണ്ട്. നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മൾ കോൺട്രാക്ട് കേസിൽ പറയുമ്പോൾ നമ്മൾ മാരേജുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട എഴുതി വന്നപ്പോൾ മാറിപ്പോയി, അങ്ങനെയൊക്കെ വരാമല്ലോ. മാറിപ്പോയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മാറിപ്പോയാൽ ആ കോൺട്രാക്റ്റിന് വാലിഡിറ്റി ഇല്ല. മനസ്സിലായോ? 10 ലക്ഷം എന്നുള്ളത് 1 ലക്ഷം എഴുതി കഴിഞ്ഞു. ഏറ്റവും അവസാനം നമ്മൾ പറയുന്നത് അയ്യോ 10 ലക്ഷമായിരുന്നു, പോയി. ആ കോൺട്രാക്റ്റിന് വാലിഡിറ്റി ഇല്ല. മനസ്സിലായോ? നിങ്ങൾക്ക് അവിടെ എന്താണ് നല്ല സ്ഥലമാണ്, എന്താ പറയുക, നല്ല ലാൻഡാണ്, വെള്ളമുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്കത് വിറ്റു. പക്ഷെ അതൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയാണ്, അത് എന്താണ് പുറമ്പോക്കായിരുന്നു. അപ്പോൾ അതിന് കോൺട്രാക്ട് നിങ്ങൾക്ക് വിറ്റു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പുറമ്പോക്കാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് തിരിച്ച് കൊടുത്തേ പറ്റൂ. അതൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഫ്രീ കൺസെൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പാടില്ല. നമ്മൾ ലൈഫിലും അങ്ങനെ ആയിരിക്കണം. മനസ്സിലായോ? നമ്മളാരും പറ്റിക്കാൻ പാടില്ല. ശരി, ഇതാണ് ഫ്രീ കൺസെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ 6th one, ലോഫുൾ കൺസിഡറേഷൻ. എന്താണ് സാർ കൺസിഡറേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഈ ബിസിനസ്സിലോ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി ഒരുപാട് ബിസിനസ് ലോവിൻ്റെ ബുക്സൊക്കെ വാങ്ങിച്ച്, വെറും സ്വപ്നമാണെങ്കിൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, എന്നാലും പറയാണ്. ബുക്കൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ പറയാണ്. അപ്പോൾ ക്യാഷ്യർ പറയണ്ട, മോനെ കുട്ടാ ക്യാഷടാ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ക്യാഷ് കൊടുക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ബുക്ക് കിട്ടി. ക്യാഷ്യർക്ക് എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. നിങ്ങൾക്ക് ബുക്ക്, ക്യാഷ്യറിന് ക്യാഷ്. ഇപ്പോൾ 2 പേർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയില്ലേ? കിട്ടി. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസിഡറേഷൻ. ദാറ്റ് ഈസ് സംതിങ് ഇൻ റിട്ടേൺ. കൺസിഡറേഷൻ ഇസ് നോൺ ആസ് സംതിങ് ഇൻ റിട്ടേൺ. എന്തെങ്കിലുമൊക്കെ കിട്ടണം, ഞങ്ങൾക്കും കിട്ടണം. അതാണ് എന്ത്? കൺസിഡറേഷൻ. അത് ലോഫുൾ കൺസിഡറേഷൻ ആയിരിക്കണം. നിങ്ങൾ ഈ കൊണ്ടുപോകുന്നത് മയക്കുമരുന്നാണെങ്കിലോ അയ്യോ അത് പറ്റില്ല. സ്പിരിറ്റ് ആണെങ്കിലോ അത് പറ്റില്ല. ഒരാൾ തട്ടിക്കൊണ്ടുപോയിട്ട് ചോദിച്ചാൽ പണം ചോദിച്ചാൽ അതും പറ്റില്ല. സോ ലോഫുൾ ആയിരിക്കണം, നിയമപരമായിരിക്കണം. സോ ഇറ്റ് ഈസ് ആൾസോ എസെൻഷ്യൽ ഫോർ ദ വാലിഡിറ്റി ഓഫ് എ കോൺട്രാക്ട്. സോ ഇത് എന്തായാലും വേണം, ലോഫുൾ കൺസിഡറേഷൻ. നമ്മൾ പറയണം, ഐ പ്രോമിസ് ടു ഡു സംതിങ് ഓർ ടു ഗീവ് സംതിങ് വിത്തൗട്ട് എനിത്തിങ് ഇൻ റിട്ടേൺ വുഡ് നോട്ട് ബി എൻഫോഴ്സിബിൾ അറ്റ് ലോ ആൻഡ് ദെയർഫോർ വുഡ് നോട്ട് ബി വാലിഡ്. നിങ്ങൾ പറയണേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുന്നത്, പക്ഷേ പൈസ ഒന്നും വേണം. അപ്പോൾ പിന്നെ അതിനൊരു കോൺട്രാക്റ്റിൻ്റെ എലമെൻ്റ് ഉണ്ടോ? ഇല്ല. സംതിങ് റിട്ടേൺ 2 പേർക്കും കിട്ടണം. ഈ പൈസ തന്നെ വേണമെന്നുണ്ടോ സാർ? ഇല്ല. ഇപ്പം നിങ്ങളൊരു ഡോക്ടറിനെ കണ്ടു, ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങൾ മരുന്ന് എഴുതി. അപ്പോൾ ഡോക്ടർ അസുഖം നോക്കിയിട്ട് മരുന്ന് എഴുതി തന്നു. നിങ്ങളൊരു 150 രൂപ ഡോക്ടറിന് കൊടുത്തു, നിങ്ങൾ പൈസ കൊടുത്തു. ഡോക്ടർ നിങ്ങൾക്ക് ചുമ്മാ ഒരു ചെറിയ കടലാസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കണേ ഇതെന്ത് പരിപാടിയാണ്, ഞാൻ 150 രൂപ കുറിച്ചൊരു കുഞ്ഞു കടലാസാണ് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ഡോക്ടർ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമോ? വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അതുമില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ കിട്ടുക? ചെറിയൊരു കടലാസ് വെച്ചു. അതിന് വല്ല വിലയുണ്ട്? ഒരു വിലയും ഇല്ല. അത് ആർക്കെങ്കിലും കൊടുത്ത് കാശാക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ക്യാഷായിട്ടൊന്നും കിട്ടിയില്ല എങ്കിലും ആ മരുന്നിൻ്റെ ഒരു ചീട്ട് കിട്ടിയില്ലേ, അതും കൊണ്ടുപോയി മരുന്ന് വാങ്ങിക്കാമല്ലോ. അപ്പോൾ മരുന്ന് കിട്ടില്ലേ? അതാണ് നിങ്ങളുടെ കൺസിഡറേഷൻ. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ഗീവ് ക്യാഷ്. ക്യാഷ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ. കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ഇൻ ക്യാഷ് ഓർ ഇൻ ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് രൂപത്തിലൊന്നും വേണം നിർബന്ധമില്ല. ബട്ട് എന്തായിരിക്കണം? ലോഫുൾ ആയിരിക്കണം. ഓക്കെ. എ കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ ഇസ് എ വേജറിങ് കോൺട്രാക്ട് ഓർ ബെറ്റിംഗ്. ബെറ്റിംഗ് നമുക്ക് അനുവദനീയമല്ല നിയമപരമായിട്ട്. ഓക്കെ. കൺസിഡറേഷൻ ഇല്ലാതെ നമ്മൾ ഒരു കോൺട്രാക്ട് ഏർപ്പെടാനായിട്ട് പാടില്ല. ക്ലിയർ ആണോ? ഓക്കെ. ബിസൈഡ്സ് ദ കൺസിഡറേഷൻ മസ്റ്റ് ആൾസോ ബി ലോഫുൾ. ലോഫുൾ ആയിരിക്കണം. ഇതാണ് നമ്മുടെ 6th എസെൻഷ്യൽ എലമെന്റ്സ്. ഇവിടെ നമ്മൾ തീരുന്നില്ല, ഇനിയൊരു 4 എസെൻഷ്യൽ എലമെന്റ്സും കൂടി ഉണ്ട്. അതുകൊണ്ട് ഉൾപ്പെടുത്തിയ ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോൾ. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് പാർട്ട് 3 അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 3 ഫോർ അതർ 4 എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് വാല്യൂ. കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത പാർട്ട് കിട്ടണം സാർ, ഇടണമെന്ന് കമൻറ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷേ ഒരുപക്ഷെ നമ്മൾ ഇതിൻ്റെ പാട്ടുകൾ കണ്ടിന്യൂ ചെയ്യാൻ ഇത്തിരി താമസം എടുക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ. താങ്ക് യു.